2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ മൈതാനത്തിന് പുറത്ത് മറ്റൊരു വലിയ വിവാദമാണ് കായിക ലോകത്ത് ചർച്ചയാകുന്നത്. അമേരിക്കയിൽ നടക്കുന്ന ടൂർണമെന്റിൽ തങ്ങളുടെ ദേശീയ ടീമിന് കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആരോപിച്ച് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയ്ക്ക് ഔദ്യോഗികമായി പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഈ സംഭവം കായിക രംഗത്തെ അന്താരാഷ്ട്ര നയതന്ത്രങ്ങളുടെ സങ്കീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ടൂർണമെന്റിനായി നേരത്തെ സമർപ്പിച്ച യാത്രാ ഷെഡ്യൂൾ പ്രകാരം ടീമിന് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയെ ഔദ്യോഗികമായി സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വരുന്ന ഞായറാഴ്ച ലോസ് ഏഞ്ചലോസിൽ വെച്ച് ബെൽജിയത്തിനെതിരെ നിർണായകമായ ഒരു മത്സരം ഇറാനുണ്ട്. പ്രാദേശിക കാലാവസ്ഥയുമായും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും അവസാനഘട്ട പരിശീലനം കൃത്യമായി നടത്താനും മത്സരത്തിന് 2 ദിവസം മുൻപ് ലോസ് ഏഞ്ചലസിലെത്താൻ ഇറാൻ അധികൃതർ അനുമതി തേടിയിരുന്നെങ്കിലും സംഘാടകർ അത് തുടർച്ചയായി നിരസിക്കുകയാണ് ഉണ്ടായത്. ഇറാൻ മുഖ്യ പരിശീലകൻ അമീർ ഗലനോയി വ്യക്തമാക്കുന്നത് പ്രകാരം മത്സരത്തിന് ശേഷം കളിക്കാരുടെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കാൻ ആവശ്യമായ സമയം പോലും ടീമിന് ലഭിക്കുന്നില്ലെന്നും മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ സ്ഥലം വിടാൻ നിർബന്ധിതരാകുന്നത് താരങ്ങളുടെ ആരോഗ്യത്തെയും പ്രകടനത്തെയും കാര്യമായി ബാധിക്കുന്നു എന്നുമാണ്. ഈ പ്രതിസന്ധികൾക്ക് പിന്നിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര സംഘർഷങ്ങൾ ഒരു പ്രധാന ഘടകമാണെന്ന് വ്യക്തമാണെങ്കിലും ആതിഥേയ രാജ്യത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കായിക രംഗത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ കായിക മാന്യതയ്ക്ക് എതിരാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഫിഫയുടെ കർശനമായ ചട്ടങ്ങൾ പ്രകാരം ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും തുല്യമായ പരിഗണന ലഭിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫിഫ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ 2-2 എന്ന നിലയിൽ സമനില പിടിച്ചുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇറാൻ ടീമിനെ ഇത്തരം മൈതാനത്തിന് പുറത്തെ തർക്കങ്ങൾ കളിക്കാരുടെ മനോവീര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിൽ ശക്തമാണ്. നിരന്തരമായ യാത്രാ നിയന്ത്രണങ്ങളും താരങ്ങളിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി ഫിഫയുടെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്ന് ഇറാൻ അധികൃതർ ആവർത്തിക്കുന്നു.